ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും AGS ക്രിയേഷൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അർച്ചനയും മീനാക്ഷിയും ഇപ്പോൾ അവരുടെ കുഞ്ഞുങ്ങളെ കണ്ടെത്തുകയാണ്. അവരുടെ കുഞ്ഞുങ്ങൾ ഇപ്പോൾ രണ്ട് നാടോടി സ്ത്രീകളുടെ കയ്യിലാണുള്ളത്. അവരുടെ പിറകെ ഓടുകയാണ് ഇപ്പോൾ അർച്ചനയും മീനാക്ഷിയും. ആ നാടോടി സ്ത്രീകളാകട്ടെ കുട്ടികളെയും കൊണ്ട് ഒരു സ്ഥലത്ത് മറിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അർച്ചനയും മീനാക്ഷിയും രണ്ടുപേരും രണ്ട് വഴിക്ക് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് തന്നെയാണ് അവിടെ സച്ചിയും കാർത്തിക്കും കൂടി എത്തുന്നത്. അവർ അവിടെ തിരക്കി നടക്കുകയാണ്. അപ്പോൾ കാർത്തി ചോദിക്കുന്നുണ്ട്, ഇനി ഇവിടെ തിരക്കേണ്ട കാര്യമുണ്ടോ, ഇവിടെ അവർ കാണുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ സച്ചി പറയുന്നു, ഇനി ഇവിടം കൂടിയല്ലേ ബാക്കിയുള്ളൂ, ഇവിടെ ഒന്ന് തിരക്കി നോക്കാം എന്ന് പറഞ്ഞ് അവരവിടെ എല്ലാം തിരക്കി നടക്കുകയാണ്. ആ നാടോടി സ്ത്രീകളാകട്ടെ അല്പം അങ്ങോട്ട് മാറി നിന്ന് അവരെ ഏർപ്പാട് ചെയ്ത ആ ഗുണ്ടകളെ അവർ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ അർച്ചനയും മീനാക്ഷിയും വീണ്ടും അവരെ കണ്ടിരിക്കുകയാണ്. ഇവർ കണ്ടപ്പോൾ ആ നാടോടി സ്ത്രീകൾ കുഞ്ഞുങ്ങളെയും കൊണ്ട് പിന്നെയും ഓടി രക്ഷപ്പെടുകയാണ്. ഈ സമയം അവിടെ ആ ഗുണ്ടകളുടെ വണ്ടി എത്തുകയും ആ നാടോടി സ്ത്രീകൾ പെട്ടെന്ന് തന്നെ അവരുടെ വണ്ടിയിൽ കയറി രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. അർച്ചനയും മീനാക്ഷിയും കൂടെ അവിടെ എത്തിയപ്പോഴത്തേക്കും അവർ കുട്ടികളെയും കൊണ്ട് പോയി കഴിഞ്ഞിരുന്നു. അവർ വണ്ടിയുടെ പിറകെ അവർ ഓടിയിട്ടും അവർക്ക് പക്ഷേ എത്തിപ്പെടാൻ സാധിക്കുന്നില്ല. അവരാകെ വിഷമിച്ച് നിൽക്കുകയാണ്. മീനാക്ഷി, നമ്മളിനി എന്താ ചെയ്യുക എന്നൊക്കെ അർച്ചന ചോദിക്കുന്നുണ്ട് മീനാക്ഷിയോട്. മീനാക്ഷിയാണെങ്കിൽ എനിക്കറിയില്ല എന്ന് മാത്രമാണ് പറയുന്നത്. അവർ നിൽക്കുന്ന അതേ സ്ഥലത്ത് ഒരു ഫോൺ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിലേക്ക് വിളിച്ചിരിക്കുകയാണ് ആ കുട്ടികളെ കടത്തിക്കൊണ്ട് പോയിരിക്കുന്നതിൻ്റെ തലവൻ. അങ്ങനെ ആ കടയിൽ നിൽക്കുന്ന ആൾ അവരെ വിളിക്കുകയും ഇതിലാരാ അർച്ചന എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഞാനാണെന്ന് പറയുകയും അർച്ചന ഓടി വന്ന് ഫോൺ എടുക്കുകയാണ്. ഫോൺ എടുക്കുമ്പോൾ അയാൾ സംസാരിക്കുന്നത് ഇങ്ങനെയാണ്: കുട്ടികളെ തിരഞ്ഞ് നിങ്ങൾ ക്ഷീണിച്ചു കാണും അല്ലേ? കുട്ടികളിപ്പോൾ ഞങ്ങളുടെ കൈവശമുണ്ട് എന്ന് അയാൾ പറയുകയാണ്. ഇത് കേട്ട് അർച്ചന ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഒന്നും ചെയ്യരുത് എന്നൊക്കെ കരഞ്ഞുകൊണ്ട് അർച്ചന പറയുകയാണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഞങ്ങളൊന്നും ചെയ്യില്ല, ഞങ്ങൾക്ക് വേണ്ടത് പണമാണ് എന്ന് അയാൾ പറയുകയാണ്. അപ്പോൾ മീനാക്ഷിയും അർച്ചനയും പറയുന്നു, ഇപ്പോൾ ഞങ്ങളുടെ കൈവശം പണമില്ല എന്ന് പറയുന്നു. ഇപ്പോൾ പണം വേണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടില്ലല്ലോ എന്ന് അയാൾ ചോദിക്കുന്നു. പണം തന്നാൽ കുട്ടികളെ വിട്ടുതരുമെന്നുള്ള കാര്യം ഉറപ്പാണോ എന്ന് അർച്ചന ചോദിക്കുന്നു. ഞങ്ങൾക്ക് 2 കോടി രൂപയാണ് വേണ്ടത്, ഓരോ കുഞ്ഞുങ്ങൾക്കും 1 കോടി വീതം. അത് കിട്ടുകയാണെങ്കിൽ നിങ്ങളുടെ കുട്ടികളെ ഞങ്ങൾ തരാം. അതിന് നിങ്ങൾ ഇപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ വീട്ടിൽ പോയി വിവരം അറിയിച്ച് ക്യാഷുമായി വരുവാണെങ്കിൽ നിങ്ങൾക്ക് കുട്ടികളെ തരാമെന്ന് അയാൾ പറയുന്നു. പണം റെഡിയാകുമ്പോൾ നിങ്ങൾ അറിയിച്ചാൽ മതി. നാട്ടുകാരെയും പോലീസുകാരും ഒക്കെ അറിയിച്ച് ഈ പ്രശ്നം വഷളാക്കാനാണ് ശ്രമമെങ്കിൽ നിങ്ങളുടെ കുഞ്ഞ് ഞങ്ങളുടെ കയ്യിലാണെന്നുള്ള ഓർമ്മ വേണം. ആലോചിച്ചൊരു തീരുമാനം എടുത്തിട്ട് പറയൂ എന്നും അവർ പറയുന്നുണ്ട്. ഇത്രയും പറഞ്ഞ് അവർ കോള് കട്ട് ചെയ്യുകയാണ്. നമുക്ക് എത്രയും വേഗം ഈ കാര്യം വീട്ടിൽ അറിയിക്കണം എന്ന് മീനാക്ഷി അർച്ചനയോട് പറയുകയാണ്. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരി വീടാണ്. അവിടെ ഇപ്പോൾ അർച്ചനയും സച്ചിയും കൂടി എത്തിയിരിക്കുകയാണ്. അവിടെ ഇപ്പോൾ സേതുമാധവനും നന്ദനും അവന്തികയും അവരെല്ലാവരും തന്നെ ഇപ്പോൾ അവിടെ നിൽപ്പുണ്ട്. അവർ വിളിച്ച കാര്യങ്ങളും കുട്ടികളെ കിട്ടണമെങ്കിൽ 1 കോടി രൂപ ആവശ്യമാണെന്നുമുള്ള കാര്യങ്ങളെല്ലാം ഇപ്പോൾ അർച്ചന എല്ലാവരോടുമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അച്ഛൻ ഇത് തീരുമാനിച്ചു എന്ന് നന്ദൻ ചോദിക്കുകയാണ്. അപ്പോൾ അർച്ചന കരഞ്ഞുകൊണ്ടാണ് പറയുന്നത്, അച്ഛാ, ഇനിയും താമസിച്ചാൽ എൻ്റെ കുഞ്ഞ്. അപ്പോൾ സന്ദീപ് പറയുന്നുണ്ട്, അച്ഛാ, അച്ഛൻ്റെ തീരുമാനത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഞങ്ങൾ എല്ലാവരും. അച്ഛാ, എൻ്റെ കുഞ്ഞ് എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ഇപ്പോൾ സേതുമാധവൻ്റെ മുമ്പിൽ കൈകൂപ്പി നിൽക്കുകയാണ് അർച്ചന. ചേച്ചി കരയാതിരിക്കെ, അച്ഛൻ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യും എന്ന് ആതിര പറയുന്നു. പണമൊക്കെ കൊടുക്കാം, പക്ഷെ അതല്ലല്ലോ പ്രശ്നം. പണം കൊടുത്താൽ അവർ കുട്ടിയെ തിരികെ തരുമെന്നുള്ളതിന് ഉറപ്പാണോ എന്ന് സേതുമാധവൻ ചോദിക്കുന്നു. പണം വാങ്ങിയിട്ട് അവർ കുഞ്ഞിനെ എന്തെങ്കിലും ചെയ്യില്ലെന്ന് നമുക്ക് ഉറപ്പുണ്ടോ എന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അച്ഛാ, തൽക്കാലം നമുക്ക് അവരെ വിശ്വസിക്കാൻ മാത്രമേ കഴിയൂ എന്ന് സച്ചി പറയുകയാണ്. അവർ ആരാണെന്നോ എന്താണെന്നോ നമുക്കറിയില്ല, പിന്നെങ്ങനെ നമ്മൾ അവരെ വിശ്വസിച്ച് പണം കൊടുക്കുന്നേ എന്ന് അവന്തിക ചോദിക്കുകയാണ്. വിശ്വസിച്ചേ പറ്റൂ, ഒരു കുഞ്ഞിൻ്റെ ജീവൻ വെച്ചുള്ള കളിയാ എന്ന് നന്ദൻ പറയുന്നു. ഇനിയും താമസിക്കാൻ കഴിയില്ല, മനസ്സിലെന്തെങ്കിലും വെച്ചൊരഭിപ്രായം എന്തെങ്കിലും നീ പറയുന്നുണ്ടെങ്കിൽ അത് വേണ്ട എന്ന് നന്ദൻ പറയുന്നുണ്ട്. ദിവസവും പത്രത്തിൽ ഓരോ വാർത്തകളൊക്കെ വായിക്കുന്നതാ എന്ന് അവന്തിക പറയുന്നു.
അവിടെ നടന്ന 2 സംഭവങ്ങളിലും അവർ രണ്ടിടത്തു നിന്നും പണം വാങ്ങിയിട്ട് കുഞ്ഞുങ്ങളെ കൊന്നുകളഞ്ഞു. അപ്പോൾ പണവും പോയി, കുഞ്ഞുങ്ങളും പോയി എന്നും അവന്തിക പറയുന്നുണ്ട്. എല്ലായിടത്തും അങ്ങനെ സംഭവിക്കണമെന്നില്ലല്ലോ. ഇവിടെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയിരിക്കുന്നത് പണത്തിന് വേണ്ടി ആയിരിക്കും, അല്ലാതെ ഉപദ്രവിക്കാനായിരിക്കില്ല. പണം കിട്ടിയാൽ അവർ കുഞ്ഞുങ്ങളെ തിരികെ തരുമെന്ന് ആതിര പറയുന്നു. അർച്ചന വിഷമത്തോടെ ഇപ്പോൾ സേതുമാധവനോട് പറയുന്നുണ്ട്, അച്ഛാ, എൻ്റെ ജീവിതത്തിനൊരു വെളിച്ചമുണ്ടായത് ആ കുഞ്ഞ് വന്നതിന് ശേഷമാണ്. ഒരിക്കലും എനിക്ക് അവളെ നഷ്ടപ്പെടുത്താൻ വയ്യ. എനിക്കെൻ്റെ മോളെ വേണം എന്നൊക്കെ വളരെ വിഷമത്തോടെ പറയുകയാണിപ്പോൾ അർച്ചന. മോള് വിഷമിക്കേണ്ട, എത്ര പണം വേണമെങ്കിലും അച്ഛൻ കൊടുക്കാം. അച്ഛനതിന് ഒരു വിഷമവും ഇല്ല. ഞാൻ എൻ്റെ ഒരു സംശയം ചോദിച്ചുവെന്നേ ഉള്ളൂ എന്നൊക്കെ സേതു പറയുന്നുണ്ട്. കാശ് കൊടുക്കാൻ വരട്ടെ എന്ന് പറഞ്ഞ് സ്നേഹ ഇപ്പോൾ അവിടേക്ക് എത്തിയിരിക്കുകയാണ്. 1 കോടി രൂപയെന്ന് പറയുന്നത് അത്ര ചെറിയ തുകയൊന്നും അല്ല. ഇത്രയും വലിയ തുക കൊടുത്ത് അതും ഒരു ഡ്രൈവറിൻ്റെ കുഞ്ഞിനെ തിരികെ കൊണ്ടുവരേണ്ട വല്ല ആവശ്യമുണ്ടോ എന്നൊക്കെ ഇപ്പോൾ സ്നേഹ പറയുമ്പോൾ നന്ദൻ ഉടനെ തന്നെ സ്നേഹയുടെ കർണത്തിനിട്ട് അടിക്കുകയാണ്. ഇപ്പം നിനക്ക് മനസ്സിലായോ ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന് നന്ദൻ ചോദിക്കുന്നു. ഇത് കേട്ട് ഇപ്പോൾ ദേഷ്യത്തോടെ ഇപ്പോൾ സ്നേഹ പറയുകയാണ്, അല്ലെങ്കിലും എന്നെ തല്ലാനും കൊല്ലാനും ഇവിടെയുള്ളവർക്ക് വലിയ മിടുക്കാണല്ലോ. ഈ കാര്യത്തിൽ നിൻ്റെ അഭിപ്രായം ആരെങ്കിലും ചോദിച്ചോ എന്ന് സച്ചി ചോദിക്കുന്നുണ്ട്. അപ്പോൾ അർച്ചന സ്നേഹയോട് പറയുകയാണ്, സ്നേഹേ, നീ എന്നോടുള്ള വിരോധം എൻ്റെ കുഞ്ഞിനോട് കാണിക്കരുത്. അപ്പോൾ ഉടനെ തന്നെ സ്നേഹ ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ കുഞ്ഞോ? അത് ഡ്രൈവർ ശിവരാമൻ്റെ കുഞ്ഞല്ലേ, അല്ലാതെ നെല്ലിശ്ശേരിയിലെ കുഞ്ഞൊന്നും അല്ലല്ലോ. അങ്ങനെ ഇപ്പോൾ അതിനെ ആരും തന്നെ അംഗീകരിച്ചിട്ടുമില്ല എന്നൊക്കെ സ്നേഹ പറയുമ്പോൾ സേതുമാധവൻ പറയുന്നുണ്ട്, ഞാൻ അംഗീകരിച്ചു. അതിനേക്കാൾ വലിയൊരു അംഗീകാരം തൽക്കാലം ഇപ്പോൾ ആവശ്യമില്ല. നിന്റെ കയ്യിലെ പണം കൊടുത്തൊന്നും അല്ലല്ലോ ആ കുഞ്ഞിനെ നീ രക്ഷിക്കുന്നത്. ഞാൻ സമ്പാദിച്ച പണമാണ്. അതിന് നിന്റെ അഭിപ്രായം എനിക്ക് ആവശ്യമില്ല എന്ന് പറയുകയാണ് സേതു. ധനുഷിനെ വിവാഹം ചെയ്ത ആ സമയം മുതൽ നിന്നോട് പറയുന്നതാണ് ഇവിടെ ആർക്ക് നിന്റെ കാര്യം അറിയണ്ട എന്ന്. ഇറങ്ങിപ്പോ എന്ന് സച്ചി ഇപ്പോൾ സ്നേഹയോട് പറയുകയാണ്. അങ്ങനെ സ്നേഹ ഇപ്പോൾ അവിടെ നിന്നും പോവുകയാണ്. ഇതേ സമയം ഇപ്പോൾ മീനാക്ഷിയാണ് കാണിക്കുന്നത്. മീനാക്ഷിയും വിവരങ്ങളെല്ലാം ഇപ്പോൾ വീട്ടിൽ അറിയിച്ചിരിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ അവിടെ നിന്നും അവർ പണം കൊടുത്ത് കുഞ്ഞിനെ രക്ഷപ്പെടുത്താമെന്നുള്ള തീരുമാനത്തിലെത്തിയിരിക്കുന്നു. ഇപ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയിൽ ആ കിഡ്നാപ്പേഴ്സിൻ്റെ കോളിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അവിടെ എല്ലാവരും. അപ്പോൾ ഫോൺ റിങ് ചെയ്യുകയാണ്. അപ്പോൾ സേതു പറയുന്നുണ്ട്, ഇത് അവരാണെന്ന് തോന്നുന്നു. അങ്ങനെ ഇപ്പോൾ സേതു ഫോൺ എടുക്കുകയാണ്. എല്ലാവരും ആകാംക്ഷയോടെ തന്നെ ചുറ്റിനും നിൽപ്പുണ്ട്. പണം റെഡിയാണോ എന്ന് അയാൾ ചോദിക്കുന്നു. റെഡിയാണ് എന്ന് സേതു പറയുന്നുണ്ട്. ദയവ് ചെയ്ത് നിങ്ങൾ കുഞ്ഞിനെ ഒന്നും ചെയ്യരുത് എന്ന് സേതു പറയുമ്പോൾ അയാൾ പറയുന്നുണ്ട്, പണം തന്നാൽ കുഞ്ഞിനൊന്നും സംഭവിക്കില്ല. പണവുമായി ഞങ്ങൾ എവിടെയാണ് എത്തേണ്ടത് എന്ന് സേതു ചോദിക്കുമ്പോൾ അയാൾ പറയുന്നു, വരേണ്ട സ്ഥലം പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ സേതു ഞങ്ങൾ ഉടനെ തന്നെ എത്താമെന്ന് പറയുമ്പോൾ, അങ്ങനെ എല്ലാവരും വരേണ്ട കാര്യമൊന്നുമില്ല. അർച്ചനയാണ് പണവും കൊണ്ടെത്തേണ്ടത്. ഒരാൾ പോലും പിന്നാലെ എത്താൻ പാടില്ല. പോലീസിനെ വിവരം അറിയിച്ചാൽ പിന്നെ നിങ്ങൾക്ക് കുഞ്ഞിൻ്റെ ജീവൻ നഷ്ടപ്പെടും. മനസ്സിലായോ എന്നും അയാൾ പറയുന്നുണ്ട്. പോലീസിന് ഞങ്ങൾ ഇടപെടത്തില്ല, പക്ഷേ കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് നിങ്ങൾ ഉറപ്പ് തരണം എന്ന് സേതു. പണം തന്നാൽ പറഞ്ഞ വാക്ക് ഞങ്ങൾ തെറ്റിക്കില്ല എന്ന് അയാൾ. എപ്പോഴാണ് എത്തേണ്ടത് എന്ന് സേതു ചോദിക്കുമ്പോൾ, ഇപ്പോൾ തന്നെ, കൃത്യം 1 മണിക്കൂറിനുള്ളിൽ എന്ന് അയാൾ പറയുന്നു. ശരി, ഞങ്ങൾ നിങ്ങളെ വിശ്വസിക്കുന്നു. കുഞ്ഞിൻ്റെ കാര്യത്തിലും നിങ്ങൾ ആ വിശ്വാസം തിരിച്ചു കാണിക്കണം. പണവുമായി ഇപ്പോൾ തന്നെ അർച്ചന ഇവിടുന്ന് പുറപ്പെടും എന്ന് സേതു പറയുമ്പോൾ അയാൾ പറയുന്നു, ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു, എടുത്തു ചാടി അബദ്ധമൊന്നും കാണിക്കരുത്. കുഞ്ഞിൻ്റെ ജീവൻ ഇപ്പോൾ ഞങ്ങളുടെ കയ്യിലാണ്, അത് മറക്കരുത് എന്ന് പറഞ്ഞ് അയാൾ ഫോൺ വയ്ക്കുകയാണ്. ഇപ്പോൾ നന്ദൻ പണവുമായി വന്നിരിക്കുകയാണ്. അപ്പോൾ സേതു പറയുന്നു, നന്ദ, ആ ബാഗ് അർച്ചനയുടെ കയ്യിലേക്ക് കൊടുക്കുക. പണവുമായി അർച്ചന ചെല്ലാനാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇത് കേട്ട് നന്ദൻ ചോദിക്കുന്നു, ഇത്രയും പണവുമായി അർച്ചന തന്നെ പോകാനോ? അപ്പോൾ അർച്ചന പറയുന്നുണ്ട്, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം നന്ദേട്ടാ, എന്നെ ഓർത്ത് ആരും ഭയപ്പെടേണ്ട. ബാഗ് തുറന്ന് കാണിക്കുകയാണ് നന്ദൻ. എന്നിട്ട് അർച്ചനയോട് സൂക്ഷിച്ചു പോകാനും പറയുന്നുണ്ട്. ഇപ്പോൾ നന്ദൻ അർച്ചനയുടെ കയ്യിൽ പണം കൊടുക്കുന്നു. അങ്ങനെ അർച്ചന ഇപ്പോൾ പോകാൻ ഇറങ്ങിയിരിക്കുകയാണ്. അർച്ചന ഇങ്ങനെ ഇറങ്ങുമ്പോൾ ഇപ്പോൾ സന്ദീപിനെ ഇങ്ങനെ കണ്ണ് കാണിക്കുകയാണ് സച്ചി.
അങ്ങനെ ഇപ്പോൾ അവർ രണ്ടുപേരും അർച്ചന അറിയാതെ തന്നെ അർച്ചനയുടെ പിറകെ പോവുകയാണ്. അങ്ങനെ ഇപ്പോൾ മീനാക്ഷിയും പണവുമായി അവിടുന്ന് പുറപ്പെട്ടിരിക്കുകയാണ്. ഒരു പാർക്കിലേക്ക് എത്താനാണ് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ അർച്ചനയും മീനാക്ഷിയും അവർ ഒരു പാർക്കിലെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ കുഞ്ഞിനെ മോഷ്ടിച്ചുകൊണ്ട് പോയവർ തന്നെ ഒരു ജോക്കറിൻ്റെ വേഷം കെട്ടി കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് ഡാൻസ് ചെയ്യുകയും അങ്ങനെ കാണികളെ രസിപ്പിച്ചുകൊണ്ട് നിൽക്കുകയാണ് അവർ. ഇപ്പോൾ മറ്റൊരു സ്ഥലത്ത് മാജിക് നടക്കുകയാണ്. കുറേ ആൾക്കാരുണ്ട് അവിടെ. അവരുടെ ഇടയിൽ കൂടി മീനാക്ഷിയും അർച്ചനയും ബാഗുമായി പോകുന്നു. അവരറിയാതെ തന്നെ ഇപ്പോൾ മീനാക്ഷിയുടെ ഭർത്താവായ കാർത്തിയും അവിടെ എത്തിയിരിക്കുകയാണ്. കാർത്തി മാത്രമല്ല, കാർത്തിയോടൊപ്പം ഒരു ടീമുമുണ്ട്. എല്ലാ സ്ഥലവും പരിശോധിക്കണം. ഈ പാർക്കിലുള്ള ഒരാളെ പോലും നിങ്ങളുടെ കണ്ണിൽ പെടാതെ പോകരുത്. ഒട്ടും വയലൻസ് ഉണ്ടാകാതെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം. എല്ലാവരും തമ്മിൽ പരസ്പരം കോണ്ടാക്റ്റും ഉണ്ടായിരിക്കണം. ഓർമ്മ വേണം, കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. ഒരു നിമിഷം പോലും വൈകരുത്. അർച്ചനയുടെയും മീനാക്ഷിയുടെയും പിന്നാലെ തന്നെ നിങ്ങൾ ഉണ്ടായിരിക്കണം. എനിക്ക് തോന്നുന്നത് അവർ പണം കൈമാറിയാലും കുട്ടികളെ തരാൻ ഒരുക്കമല്ലെന്നാണ്. അവരതിനുള്ള എല്ലാ മുൻകരുതലുകളും എടുക്കുകയും ചെയ്യുമെന്ന് ഇപ്പോൾ കാർത്തി ആ ടീമിനോട് പറയുകയാണ്. ചിലപ്പോൾ മീനാക്ഷിയെയും അർച്ചനയും മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകാനാണ് ഒരുക്കമെന്ന് കാർത്തി പറയുന്നു. പണവുമായിട്ട് അവർ രക്ഷപ്പെട്ട് കളഞ്ഞാലോ എന്ന് ടീമിലെ ഒരാൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ കാർത്തിക് പറയുന്നു, പാർക്കിൽ നടക്കുന്ന അസ്വാഭാവികമായ എന്ത് കാര്യവും നമ്മൾ ശ്രദ്ധിക്കണം. ആൾക്കൂട്ടത്തിനിടയിൽ അവരുടെ കയ്യിൽ കുട്ടികൾ കാണും. പണം വാങ്ങിക്കഴിഞ്ഞാൽ അവർ കുട്ടികളെ ഉപേക്ഷിച്ചിട്ട് കടന്നു കളയുമെന്നും പറയുന്നു. അതിനനുവദിക്കരുത്. ഒരാൾ പോലും രക്ഷപ്പെടരുത് എന്നും കാർത്തി അവരോട് പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ഇത് തിരക്കി ഇങ്ങനെ ശ്രദ്ധയോടെ നടക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ സന്ദീപും സച്ചിയും ഒരു പർദ്ദ ധരിച്ച് കാറിൽ അവിടെ എത്തിയിരിക്കുകയാണ്. മുഖമൊക്കെ മൂടിയാണ് പർദ്ദ ധരിച്ചിരിക്കുന്നത്. പെട്ടെന്ന് അവരെ കണ്ടാൽ തിരിച്ചറിയാത്ത വിധമാണ് അവർ വേഷം ചെയ്തിരിക്കുന്നത്. മീനാക്ഷി എന്ന് പറഞ്ഞ് ടെൻഷനോടെ ഇപ്പോൾ അർച്ചന വിളിക്കുമ്പോൾ മീനാക്ഷി പറയുന്നു, പേടിക്കണ്ട, കാർത്തിയേട്ടനും പോലീസുകാരും നമ്മളുടെ പിന്നാലെ തന്നെയുണ്ട്. അത് പ്രശ്നമാകുമോ എന്ന് അർച്ചന ചോദിക്കുമ്പോൾ, പോലീസുകാരെ കണ്ട് അവർ രക്ഷപ്പെട്ടു കളഞ്ഞാലോ എന്നും അർച്ചന ചോദിക്കുന്നു. അങ്ങനെയൊന്നും സംഭവിക്കില്ല, എല്ലാം വേണ്ടതുപോലെ കാർത്തിയേട്ടൻ ചെയ്തുകൊള്ളും എന്ന് മീനാക്ഷി ഇപ്പോൾ അർച്ചനയോട് പറയുകയാണ്. കുറച്ച് മാറി നിന്ന് ഒരാൾ അർച്ചനയും മീനാക്ഷിയും വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. ഉടൻ തന്നെ അയാൾ ഫോൺ വിളിച്ച് അവരുടെ ആൾക്കാരോട് പറയുന്നുണ്ട്, അവർ പണവുമായി എത്തിയിട്ടുണ്ട്, അവർ രണ്ടുപേരും ഒറ്റയ്ക്കേ ഉള്ളൂ എന്നും അയാൾ പറയുന്നു. സച്ചിയും സന്ദീപും ഇപ്പോൾ പർദ്ദയൊക്കെ ധരിച്ച് എല്ലായിടവും ചുറ്റി നടന്ന് നോക്കുകയാണ്. ഇപ്പോൾ ആ മാജിക്ക് നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ് മീനാക്ഷിയും അർച്ചനയും കൂടി. ആ മജീഷ്യനാകട്ടെ അവരെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അയാൾ മറ്റൊരാൾക്ക് കൈകൊണ്ടിങ്ങനെ ആംഗ്യം കാണിക്കുന്നുണ്ട്. കോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആംഗ്യം കാണിക്കുന്നത്. അങ്ങനെ അയാൾ ഇപ്പോൾ മീനാക്ഷിയുടെ ഫോണിലേക്ക് വിളിച്ചിരിക്കുകയാണ്. പണം കൊണ്ടുവന്നിട്ടുണ്ടല്ലോ അല്ലേ എന്ന് അയാൾ ചോദിക്കുമ്പോൾ, കൊണ്ടുവന്നിട്ടുണ്ട്, നിങ്ങൾ എവിടെയാണെന്ന് മീനാക്ഷി ചോദിക്കുന്നു. പണം കൈമാറാൻ ഞങ്ങൾ രണ്ടുപേരും ഒരുക്കമാണ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ എവിടെ എന്നും മീനാക്ഷി ചോദിക്കുന്നുണ്ട്. ഞങ്ങൾ ഇവിടെ തന്നെയുണ്ട് എന്ന് അയാൾ പറയുന്നു. ഒരു കാര്യം ചെയ്യ്, പണം അടങ്ങിയ ബാഗ് നിങ്ങളുടെ വലതുവശത്തുള്ള ആ ഡസ്റ്റ്ബിന്നിൽ ഉപേക്ഷിച്ചിട്ട് മടങ്ങിക്കോളൂ എന്ന് അയാൾ പറയുമ്പോൾ മീനാക്ഷി ചോദിക്കുന്നുണ്ട്, അപ്പോൾ കുഞ്ഞുങ്ങളോ? എന്നാൽ അതിന് ഒരു മറുപടിയും അവർ പറയുന്നില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ അർച്ചന മീനാക്ഷിയുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി അയാളോട് സംസാരിക്കുന്നു. കുഞ്ഞുങ്ങളുമായി നിങ്ങൾ വന്നാൽ ഞങ്ങൾ പണം തരാം എന്നാണ് അർച്ചന ഇപ്പോൾ പറയുന്നത്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, ഇവിടെ വെച്ച് കുട്ടികളെ തരാൻ സാധിക്കില്ല, അത് കൂടുതൽ പ്രശ്നമാകും. കുട്ടികളെ കാണാതെ ഞങ്ങൾ നിങ്ങൾക്ക് പണം തരില്ല എന്ന് അർച്ചന പറയുമ്പോൾ അയാൾ പറയുന്നുണ്ട്, തൽക്കാലം ഞങ്ങൾ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കണം. വേസ്റ്റ് ബിന്നിൽ നിങ്ങൾ പണം നിക്ഷേപിക്കുക, എന്നിട്ട് നിങ്ങൾ വീട്ടിലേക്ക് പൊക്കോളൂ. വീട്ടിലെ ഗേറ്റ് എത്തുന്നതിന് മുമ്പ് തന്നെ കുട്ടികൾ നിങ്ങളുടെ കയ്യിലെത്തിയിരിക്കും. അത് നടക്കില്ല. കുട്ടികളെ കാണാതെ ഒരു കാരണവശാലും ഞങ്ങൾ നിങ്ങൾക്ക് പണം കൈമാറില്ല എന്നാണ് ഇപ്പോൾ അർച്ചന അവരോട് സംസാരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പണം കൊണ്ട് ഞങ്ങൾ തിരിച്ചു പോകുമെന്നും അർച്ചന പറയുന്നുണ്ട്. ആ മജീഷ്യൻ ഇപ്പോൾ മറ്റൊരാളുമായി ഫോണിൽ സംസാരിക്കുകയാണ്. എന്താണൊരു കൺഫ്യൂഷൻ? ഒരു കാര്യം ചെയ്യ്, അവരോട് മുകളിലേക്ക് വരാൻ പറ ബാഗുമായിട്ട്. ഞങ്ങളുടെ കുട്ടികൾ എവിടെ, അത് നിങ്ങൾ പറ എന്ന് അർച്ചന പറയുമ്പോൾ അയാൾ പറയുന്നുണ്ട്, കുട്ടികൾ സുരക്ഷിതരായി ഞങ്ങളുടെ കയ്യിൽ തന്നെയുണ്ട്. ഒരു കാര്യം ചെയ്യ്, കുറച്ചുകൂടി നടന്നിട്ട് ആ എക്സിബിഷൻ ഗുഹയ്ക്കകത്തേക്ക് വരൂ. പണം നമുക്ക് അവിടെ വെച്ച് കൈമാറാം. കുട്ടികൾ അവിടെയുണ്ടെന്ന് ഉറപ്പാണോ എന്ന് അർച്ചന ചോദിക്കുമ്പോൾ, കൂടുതൽ ചോദ്യങ്ങളൊന്നും വേണ്ട, താമസിക്കും തോറും
കുട്ടികളുടെ ജീവൻ അപകടത്തിലാകുമെന്ന് അയാൾ പറയുന്നു. അങ്ങനെ ഇപ്പോൾ പറഞ്ഞ സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ് അവർ. ഇപ്പോൾ അയാൾ അർച്ചനയുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് കുട്ടികൾ എവിടെയെന്ന് ചോദിക്കുകയാണ്. ഇവിടെ തന്നെ ഉണ്ടെന്ന് അയാൾ പറയുന്നുണ്ട്. ആ ടണൽ വഴി പണം ഇടൂ എന്ന് അവരിപ്പോൾ അർച്ചനയോടും മീനാക്ഷിയോടും ആവശ്യപ്പെടുന്നുണ്ട്. ഇതിലെന്തോ ഒരു ചതിയുണ്ട് എന്ന് അർച്ചന മീനാക്ഷിയോട് പറയുകയാണ്. അങ്ങനെ അവർ പണം ഇടാൻ പോകുമ്പോൾ പെട്ടെന്ന് തന്നെ അർച്ചനയും മീനാക്ഷിയും കാല് തെന്നി ഇപ്പോൾ ആ ടണലിലൂടെ പോവുകയാണ്. അങ്ങനെ ഇപ്പോൾ ടണൽ വഴി അവരുടെ സ്വിമ്മിംഗ് പൂളിലേക്ക് വന്ന് വീണിരിക്കുകയാണ്. അതേസമയം അവരുടെ രണ്ടുപേരെ മുന്നിലേക്ക് അയാൾ എത്തിയിരിക്കുന്നു. എന്നിട്ട് ആ മജീഷ്യൻ പറയുന്നു, എന്താ നോക്കുന്നത്, ആ ബാഗ് ഇങ്ങോട്ട് തരാൻ പറയുമ്പോൾ തന്നെ ബാഗ് രണ്ടുപേരും ചേർത്ത് പിടിക്കുന്നുണ്ട്. ഞങ്ങളുടെ കുട്ടികൾ എവിടെയെന്ന് അവർ ചോദിക്കുമ്പോൾ ആ മജീഷ്യൻ പറയുന്നുണ്ട്, കുട്ടികൾ ഇവിടെ തന്നെയുണ്ട്, കാണണോ എന്ന് ചോദിക്കുന്നു. കുട്ടികളെ കണ്ടാൽ മാത്രമേ ഞങ്ങൾ പണം തരൂ എന്ന് അർച്ചന പറയുന്നു. അപ്പോൾ അവിടേക്ക് ജോക്കർ വേഷത്തിലുള്ള ആളുകൾ കുട്ടികളെയും കൊണ്ട് വരികയാണ്. ഇവിടെ വെച്ചൊരു സീൻ ക്രിയേറ്റ് ചെയ്യരുത്, അത് വലിയ പ്രശ്നത്തിലേക്ക് പോകുള്ളൂ. ബാഗിൽ പണമുണ്ടെന്ന് ഉറപ്പായാൽ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കുഞ്ഞിനെ കൈമാറുന്നതായിരിക്കും. അങ്ങനെ ഇപ്പോൾ അവർ രണ്ടുപേരും അയാൾക്ക് പണം കൈമാറുകയാണ്. അങ്ങനെ അവർ രണ്ട് ബാഗ് പരിശോധിച്ച് നോക്കുകയാണ്. രണ്ട് ബാഗ് പരിശോധിച്ച് നോക്കുമ്പോഴും രണ്ടിനകത്തും ഒരു ബാഗിനകത്ത് നിറയെ പാവകളും ഒരു ബാഗിൽ നിറയെ ന്യൂസ് പേപ്പേഴ്സുമാണ് ഉള്ളത്. ഇത് കണ്ട് മീനാക്ഷിയും അർച്ചനയും ഇപ്പോൾ ഞെട്ടി നിൽക്കുകയാണ്. കാരണം പണമടങ്ങിയ ബാഗുമായിട്ടായിരുന്നു അവർ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഇപ്പോൾ ഇവിടെ അവർക്ക് കൊടുക്കുമ്പോഴത്തേക്കും ഇതാന്ന് കാണുമ്പോഴത്തേക്കും അവർ വളരെയധികം ഞെട്ടി നിൽക്കുകയാണ്. നിങ്ങൾ പറ്റിച്ചു അല്ലേ, ഇതിനുള്ള ഫലം നിങ്ങൾ അനുഭവിക്കുമെന്ന് ആ മജീഷ്യൻ പറയുന്നു. ആ മജീഷ്യൻ അപ്പോൾ കൈ കാണിച്ചപ്പോൾ ആ കുഞ്ഞുങ്ങളുമായി നിന്ന രണ്ടുപേർ അപ്രത്യക്ഷമായി പോകുന്നു. അതിനുശേഷം ആ മജീഷ്യനും അപ്രത്യക്ഷമായി പോവുകയാണ്. അങ്ങനെ ഇപ്പോൾ അർച്ചനയും മീനാക്ഷിയും തിരക്ക് വേറൊരു സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. അവിടെ അപ്പോൾ ഊഞ്ഞാലിൽ ആ മജീഷ്യൻ ഇരിപ്പുണ്ട്. അങ്ങനെ അവർ നോക്കുമ്പോൾ വീണ്ടും കുഞ്ഞുങ്ങളെ കാണാതാവുന്നു. പെട്ടെന്ന് തന്നെ മീനാക്ഷിയും അർച്ചനയും അവിടെ ബോധം കെട്ട് വീഴുകയാണ്. കാർത്തി അവിടെ നിൽക്കുന്നത് ആ ജോക്കർ വേഷത്തിലുള്ളവർ കാണുന്നു. അങ്ങനെ അവർ കാർത്തിയുടെ പിന്നിൽ കൂടി കാർത്തി കാണാതെ കുഞ്ഞുങ്ങളെയും കൊണ്ട് കടന്നു കളയുകയാണ്. പിന്നീട് കാണിക്കുന്നത് അർച്ചനയും മീനാക്ഷിയും ഒരു സ്ഥലത്ത് കെട്ടിയിട്ടിരിക്കുകയാണ്. പെട്ടെന്ന് അവർക്ക് ബോധം വീഴുന്നു. ഉണർന്നു നോക്കുമ്പോൾ അവരെ കെട്ടിയിട്ടിരിക്കുകയെന്നാണ് അവർ കാണുന്നത്. കുട്ടികളെ ഇപ്പോൾ തൊട്ട് മുന്നിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇങ്ങത്താ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഇങ്ങത്താ എന്നൊക്കെ കരഞ്ഞ് അർച്ചനയും മീനാക്ഷിയും ഇപ്പോൾ അവരോട് ചോദിക്കുന്നുണ്ട്. തരാം, പണം തന്നാൽ കുഞ്ഞുങ്ങളെ തിരിച്ചു തരാം എന്ന് പറഞ്ഞതല്ലേ, പക്ഷെ നിങ്ങൾ ഞങ്ങളെ പറ്റിച്ചു. അപ്പോൾ അർച്ചന കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, ഞങ്ങൾ നിങ്ങളെ പറ്റിച്ചിട്ടില്ല, ആ ബാഗിൽ പണം ഉണ്ടായിരുന്നു. ഞാൻ പറയുന്ന സമയത്തിനുള്ളിൽ നിങ്ങളുടെ വീട്ടുകാർ ഇവിടെ പണം എത്തിച്ചാൽ കുഞ്ഞുങ്ങളുമായി നിങ്ങൾക്ക് തിരിച്ചു പോകാം. ഇല്ലെങ്കിൽ ജീവന് പോലും ഒരു ഗ്യാരണ്ടി പറയാൻ കഴിയില്ല എന്നവർ പറയുന്നു. വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകൾക്കായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.